ഓം ഗംഗണപതേ നമഃ. ഗജാനനം ഭൂതഗണാതിസേവിതം കവിധ്വജംഭൂവലസാരഭക്ഷിതം മാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സർവവിഘ്നഹരം ദേവം സർവവിഘ്നവിവർജിതം സർവസിദ്ധിപ്രദാതാരം വന്ദേഹം ഗണനായകം. സരസ്വതീ നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണി നമസ്തുതേ. സൃഷ്ടിസ്ഥിതിവിനാശാനാ ശക്തിഭൂതേ സനാതനി ഗുണാശ്രയേ ഗുണമയേ നാരായണി നമസ്തുതേ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സശങ്കചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഹേഷണം സഹാരവക്ഷസ്ഥലശോഭികൗസ്തുഭസ്ത്രീയം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനെ സദൈകരൂപരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജപം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. എത്ര എത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലി ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഷടാനനം കുങ്കുമരക്തവർണം മഹാമതീം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. ലോകപൂജ്യം മഹാവീര്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. കുജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഓം നമോ നാരായണായ. ഓം ശ്രീരാമചന്ദ്രായ തേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ. പ്രീതനായ ശ്ലേഷവൻ ചെയ്തവനോട് ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിനാൻ. ഗസ്യവത്സാത്വം പിതൃവിനെ കണ്ട് ചൊല്ലി ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശു നീ. ഇച്ഛയായുള്ളതു ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാൽ അനർത്ഥമമി വിളംബതം വരും. ഉഗ്രനാം അഗ്രജൻ എന്നോടരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനേഷണാൽ. അഗ്രജമാർഗം ഗമിക്കണമെന്നുണ്ട് സുഗ്രീവൻ ഉൾക്കാമ്പിലെങ്കിൽ ഇതേ വരൂ എന്നരുൾ ചെയ്തതു ചെന്നു പറകന്നു. ചൊന്നതു കേട്ടൊരു ബാലിതനയനും തന്നിലുണ്ടായ ഭീതിയോടും അവൻ ചെന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ. കോവേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വാരി പുറത്തു ഭാഗത്തിനി. കാവേയഭാവം കളഞ്ഞു വന്ദിക്ക ചെന്നാപത്തതല്ലായിലുണ്ടായി വരും ദൃഢം. സന്ത്രസ്തനായ സുഗ്രീവൻ അതു കേട്ടു മന്ത്രിപ്രവരനാം മാരുതി തന്നോട് ചിന്തിച്ചു ചൊല്ലിനാൻ. അങ്കദനോടുകൂടന്തികെ ചെന്നു വന്ദിക്ക സൗമിത്രിയെ സ്വാന്തനം ചെയ്തു കൂട്ടിക്കൊണ്ടുപോരിക ശാന്തനായോരു സുമിത്രാതനയനെ. മാരുതിയെ പറഞ്ഞേവം അയച്ചത താരയോടാർക്കാത്മജൻ പറഞ്ഞിടിനാൻ. താരാധിപനാന പോകേണമാശു നീ
താരേ മനോഹരേ ലക്ഷ്മണൻ തന്നെ ചാരത്തു ചെന്നു കോപത്തെ ശമിപ്പിക്ക. സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങി പോന്നെന്നെയും വേഗേന കാട്ടിക്കലുഷഭാവത്തെയും നീക്കണം. യുദ്ധമർക്കാത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷ്യാം പ്രവേശിച്ചു നേടിനാൾ. താരാതനേനും മാരുതിയും കൂടി ശ്രീരാമസോദരൻ തന്നെ വണങ്ങിനാൾ. ഭക്ത്യാ കുശലപ്രശ്നങ്ങളും ചെയ്ത് സൗമിത്രയോട് അഞ്ജനാനന്ദനൻ ചൊല്ലിനാൻ. എന്തു പുറത്തു ഭാഗെ നിന്നരുളുവാൻ അന്തഃപുരത്തിലമ്മാറെഴുന്നള്ളണം. രാജതാരങ്ങളെയും നഗരാഭയും രാജാവ് സുഗ്രീവനെയും കനിവോട് കണ്ട് പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമെല്ലാം ദ്രുതം. യുദ്ധം പറഞ്ഞു കയ്യും പിടിച്ചാശു സൗമിത്രിയോട് മന്ദം മന്ദം നടന്നിതു. യൂഥവന്മാർ മരുവീടും മണിമയ സൗധവും പൂരിശോഭയും കണ്ട് ആനന്ദം ഉൾക്കൊണ്ട് മധ്യകക്ഷ്യാം ചെന്ന് മാനിച്ചു നിന്ന നേരത്തു കാണായി വന്നു താരേശതുല്യമുഖിയായ മാനിനി. താരാജകന്മനോമോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നതന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി മന്ദസ്മിതം പൂണ്ടു ചെന്നാളഹോതവ മന്ദിരമായതേ എന്ന് അറിഞ്ഞില്ലയോ. ഭക്തനായ എത്രയും ഉത്തമനായി തവ ഭൃത്യനായൊരു കവീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവൻ എന്തൊരു ഗതി. ചാവല്യമേറും ഇജാതികൾ കോർക്കണം. മർക്കടവീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിടുന്നു ദീനനായി. ഇക്കാലം ആശുഭവൽ കൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാനതും വിപരീതമാക്കിയിടായി വേണം ദയാനിതേ. ഭക്തപരായണ നാനാദിഗന്ധരം തോറും മരുകുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ 10 സഹസ്രം ദൂതന്മാരെ വിട്ടിതു 10 ദിക്കിന്നും കവികുലവടരും വന്നു നിറഞ്ഞിതു കാൺകിവിടെ പുനരൊന്നിനും ദണ്ണമിനിയില്ല നിർണയം. നക്തഞ്ചരകുലമൊക്കെ ഒടുക്കുവാൻ ശക്തരത്രേ കപിസത്തമന്മാരെല്ലാം. പുത്രകളത്ര മിത്രാന്വിതനാകിയ ഭൃത്യനാം സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവ പാദാംബുജം വന്നിച്ചു കാര്യവും ആശു സാധിക്കാമറിഞ്ഞാലും. താരാവചനമേവം കേട്ടു ലക്ഷ്മണൻ പാരാതജൻ സുഗ്രീവനെയും കണ്ട് സത്രവം വിത്രസ്തനായ സുഗ്രീവനും സത്വരമുദ്ധാനവും ചെയ്തു വന്ദിച്ചു മത്തനായി. വിഹ്വലിതേക്ഷണനാം കപിസത്തമനെ കണ്ടു കോപേന ലക്ഷ്മണൻ മിത്രാത്മജനോട് ചൊല്ലിനാർ. നീ രഘുസത്തമൻ തന്നെ മറന്നതെന്തിങ്ങനെ. വൃത്രാരിപുത്രനെ കൊന്ന ശരമാര്യപുത്രൻ കരസ്ഥിതമെന്നു അറിയ നീ. അഗ്രജമാർഗം ഗമിക്കയിലാഗ്രഹം സുഗ്രീവനുണ്ടെന്ന് നാഥൻ അരുൾ ചെയ്തു. ഇത്തരം സൗമിത്രി ചൊന്നത് കേട്ടതിനുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ. യുദ്ധം അരുൾ ചെയ്തതിന് എന്തു കാരണം. ഭക്തനേറ്റം പുരുഷോത്തമങ്കൽ കപിസത്തമൻ ഓർക്കിൽ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല കപീശ്വരൻ. രാമകാര്യാർത്ഥമുണർന്നിരിക്കുന്നിത് താമസമെന്നിയെ വാനരപുങ്കവൻ വിസ്മൃതനായിരുന്നിടുകയല്ലേതും വിസ്മയം അമ്മാറു കണ്ടീലയോ ഭവാൻ. വേഗേന നാനാദിഗന്ധരം തിങ്കൽ നിന്ന് ആഗതന്മാരായ വാനരവീരരെ ശ്രീരാമകാര്യം അശേഷേണ സാധിക്കും ആമയമെന്നിയെ വാനരനായകൻ. മാരുതി ചെന്നതു കേട്ട് സൗമിത്രിയും ആരൂഢലജ്ജനായി നിൽക്കും ദശാന്തരെ. സുഗ്രീവനർഘ്യപാദ്യാദ്യേന പൂജ ചെയ്ത് അത്ര ഭാഗേ വീണ്ടും വണങ്ങിനാൻ. ശ്രീരാമദാസോഹമാഹന്ത രാഘവകാരുണ്യലേശേന രക്ഷിതനദ്യ ഞാൻ. ലോകത്രയത്തെ ക്ഷണാർത്ഥമാത്രം കൊണ്ട് രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലൽ. സേവാർത്ഥമോർക്കിൽ സഹായമാത്രം ഞങ്ങൾ ഏവരും തന്നിയോഗത്തെ വഹിക്കുന്നു. ആർക്കാത്മജൻ മൊഴി കേട്ട് സൗമിത്രിയും ഉൾക്കാമ്പഴിഞ്ഞവനോട് ചൊല്ലിയിടിനാൻ. ദുഃഖേന ഞാൻ പുരുഷങ്ങൾ പറഞ്ഞതും ഒക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലോ. നിങ്ങൾ പ്രണയമധികവുമുണ്ടാകാൻ സങ്കടം കൊണ്ട് പറഞ്ഞത് ഞാനിടോ. വൈകാതെ ഭോഗവനത്തിനു സ്വാമിനി രാഘവൻ താനേ വസിക്കുന്നിതുമിടോ. അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം ഇങ്ങിനി പാർക്കയില്ലെന്നു സുഗ്രീവനും തേരിൽ കരേറി സുമിത്രാത്മജമായ പേരി മൃദംഗ ശങ്കാദിനാഥത്തോടും അഞ്ജനാപുത്ര നീലാംഗദാദ്യരൈലം അഞ്ജസാ വാനരസേനയോടും തഥാ
ചാമരശ്വേതാതപത്രവ്യജനവും സാരസസൈന്യനാഖണ്ഡനെ പോലെ രാമൻ തിരുവടിയെ ചെന്നു കാൺമതിൻ ആമോദമോട് നടന്നു കവിവരൻ. ഗഹ്വരാതിശിലാതലെ വാഴുന്ന വിഹ്വലമാനസം ചിരാജിനന്തരം ശ്യാമഞ്ജടാമകൂടോജ്ജലം മാനവം രാമം വിശാല വിലോലവിലോചനം ശാന്തം മൃദുസ്മിത ചാരിമുഹാംബുജം കാന്താ വിരഹസന്തപ്തം മനോഹരം കാന്തം മൃഗപക്ഷി സഞ്ജയ സേവിതം ദാന്തം മുതാ കണ്ടു ദൂരാൽ കവിവരൻ. തേരിൽ നിന്നാശു താഴത്തിറങ്ങിയിടിനാൻ വീരനായൊരു സൗമിത്രിയോടും തഥാ ശ്രീരാമപാദാരവിന്ദാന്തികെ വീണ് പൂരിച്ച ഭക്ത്യാ നമസ്കരിച്ചിടിനാൻ. ശ്രീരാമദേവനും വാനരവീരനെ കാരുണ്യമോട് ഗാഠം പുണർന്നിടിനാൻ. സൗഖ്യമല്ലി ഭവാനെന്നുര ചെയ്തുടൻ ഐക്യഭാവേന പിടിച്ചിരുത്തിയിടിനാൻ. ആദിത്യമായുള്ള പൂജയും ചെയ്തളം ആദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുലും. ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോട് ഉണർത്തിച്ചു തന്നേരം വന്നു നിൽക്കുന്ന കവികുലത്തെ കനിഞ്ഞൊന്ന് തൃക്കൺ പാർത്തരുളേണം ആദരാൽ. തൃക്കാൽക്കൽ വേല ചെയ്തിടുവാൻ തക്കൊരു മർക്കടവീരരി കാണായതൊക്കവേ നാനാകുലാചല സംഭവന്മാരിവർ നാനാസരുദ്വീപ ശൈലനിവാസികൾ പർവ്വതതുല്യ ശരീരികളേവരും ഉർവീപതേ കാമരൂപികളെത്രയും ഗർവം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവാംശ സംഭവന്മാരിവരാകയാൽ ദേവാരികളെ ഒടുക്കും ഇവരിനി. കേജിൽ ഗജബലന്മാരിതിലുണ്ട് ഞാൻ കേജിൽ ദശഗജ ശക്തിയുള്ളവരുണ്ട് കേജിതമിത പരാക്രമമുള്ളവർ കേജിൽ മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും കേജിൽ മഹേന്ദ്ര നീലോൽപ്പല രൂപികൾ കേജിൽ കനക സമാന ശരീരികൾ കേജന രക്താന്തം നേത്രം ധരിച്ചവർ കേജേന ദീർഘവാലന്മാരധാവരെ ശുദ്ധ സ്ഫടിക സങ്കാശ ശരീരികൾ യുദ്ധവൈദഗ്ധ്യം ഇവരോളമില്ലാർക്കും നിൻ കടൽ പങ്കജത്തിങ്കൽ ഉറച്ചവർ സംഖ്യയില്ലാതോളമുണ്ടു കവിബലം മൂലഫലജല പക്വാശനന്മാരായി ശീലഗുണമുള്ള വാനരന്മാരിവർ താവകാജ്ഞാകാരികളെന്ന് നിർണയം ദേവദേവേശ രഘുകുലപുങ്കവ. ഋക്ഷകുലാധിപനായുള്ള ജാമ്പവാൻ പുഷ്കര സംഭവപുത്രനിവനല്ലോ കോടിഭല്ലൂക വൃന്ദാധിപതി മഹാപ്രൗഢമതി ഹനുമാനിവനെന്നുടെ മന്ത്രിവരൻ മഹാസത്വപരാക്രമൻ ഗന്ധവാഹാത്മജീംശാംശ സംഭവൻ നീലൻ ഗജൻ ഗവേൻ ഗവാക്ഷൻ ദീർഘവാലതി പൂണ്ടവൻ വൈധൻ മിതി വിവിധനും കേസരി മാരുതിദാതൻ മഹാബലി വീരൻ പ്രമാതി ശരഭൻ സുഷേണനും ശൂരൻ സുമുഖൻ ദതിമുഖൻ ദുർമുഖൻ ശ്വേതൻ വലിമുഖനും ഗന്ധമാതനൻ താരൻ വൃഷഭൻ നളൻ വിനതൻ മമ താരാതനേനാമംഗതനിങ്ങനെ ചൊല്ലുള്ള വാനരവംശ രാജാക്കന്മാർ ചൊല്ലുവാൻ ആവതല്ലാതോളമുണ്ടല്ലോ. വേണമെന്നതെന്തെന്ന് ഇവരോട് അരുൾ ചെയ്യുക വേണം എന്നാൽ ഇവർ സാധിക്കും ഒക്കെയും. സുഗ്രീവവാക്യം യുദ്ധം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു സന്തോഷപൂർണാസു നേതാംബുജത്തോടും അന്തർഗതമരുൾ ചെയ്തിതോ സാദരം. മൽക്കാര്യ ഗൗരവം നിങ്കലും നിർണയം ഉൾക്കാമ്പിലോർത്തു കർത്തവ്യം കുരുഷു നീ ജാനകി മാർഗണാർത്ഥം നിയോഗിക്ക നീ വാനരവീരരെ നാനാദിശി സഹേ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ അയച്ചത് 4 ദിക്കെങ്കിലും 100,000 കവിവീരന്മാർ പോകണം ഓരോ ദിശി പടനായകന്മാരോടും. പിന്നെ വിശേഷിച്ചു ദക്ഷിണ ദിക്കിന് അത്യുന്നതന്മാർ പലരും പോയി തിരയണം. അങ്കദൻ ജാമ്പവൻ മൈന്ദൻ വിവീതനും തുങ്കനും നളനും ശരഭൻ സുഷേണനും വാദാത്മജൻ ശ്രീ ഹനുമാനുമായി ചെന്നു ബാധയൊഴിഞ്ഞുടൻ കണ്ടുവന്നിടണം. അത്ഭുതഗാത്രിയെ നീളെ തിരഞ്ഞിങ്ങി 30 നാളിനകത്തു വന്നിടണം. ഉൽപ്പല പത്താക്ഷി തന്നെയും കാണാതെ 30 നാൾ കഴിഞ്ഞിങ്ങു വരുന്നവൻ പ്രാണാന്തികൻ ദണ്ഡമാശു ഭുജിക്കണം. വേണാങ്കശേഖരൻ തന്നാണ് നിർണയം. 4 കൂട്ടത്തോടും യുദ്ധം നിയോഗിച്ചു കാലമേ പോയാലുമെന്നയച്ചീടിനൻ. രാഘവൻ തന്നെ തൊഴുതരികെ ചെന്നു ഭാഗവോത്തമനും ഇരുന്നീടിനൻ. യുദ്ധം കവികൾ പുറപ്പെട്ട നേരത്തു ഭക്ത്യാ തൊഴുതിതു വായുതനയനും
അപ്പോൾ അവനെ വേറെ വിളിച്ചാതരാൽ അത്ഭുത വിക്രമൻ താനും അരുൾ ചെയ്തു, മനസ്സേ വിശ്വാസമുണ്ടാവതെന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിടത് സഹേ. രാമനാമാങ്കിതം അങ്കുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി എന്നുടെ കാര്യത്തിനോർക്കൽ പ്രമാണം നീ എന്നിയേ മറ്റാരുമില്ലെന്ന് നിർണയം. പിന്നെ അടയാള വാക്കും അരുൾ ചെയ്തു മന്നവൻ പോയാലുമെന്നയച്ചിടിനാൻ. ലക്ഷ്മി ഭഗവതിയാകിയ സീതയാം പുഷ്കര പത്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണ ദിക്കി നോക്കി കവി സഞ്ജയം. ലക്ഷവും വൃത്രാരിപുത്ര തനയനും പുഷ്കര സംഭവപുത്രനും നീലനും പുഷ്കര ബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാപതികളുമായി ധൃതം. നാനാ നഗര ഗ്രാമദേശങ്ങൾ കാനരാജ്യപുരങ്ങളിലും യഥാ തത്ര തത്രൈവ തിരഞ്ഞത് സത്വരം നീളേ നടക്കും ദശാന്തരെ. ഗന്ധവാഹാത്മജാനാദികളൊക്കവേ വിന്ധ്യാചലാടവി പൊക്കു തിരയുമ്പോൾ ഘോരമൃഗങ്ങളെയും കൊന്നു നിന്നതിൽ ക്രൂരനായൊരു നിശാചരവീരനെ കണ്ടു വേഗത്തോടടുത്താരിതു ദശകണ്ഠനെന്നോർത്ത് കവിവരന്മാരെല്ലാം. നിഷ്ഠൂരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനെ പെട്ടെന്ന് നഷ്ടമാക്കിയിടിനാൾ പങ്ക്തിമുഖനല്ലിവനെന്ന് മാനസേ ചിന്തിച്ചു. പിന്നെയും വേഗേന പോയവർ അന്ധകാരാരണ്യവാശു പൊക്കിയിടിനാരന്തരാദാഹവും വർദ്ധിച്ചതേറ്റവും. ശുഷ്കകണ്ഠോഷ്ടതല്ലുപ്രദേശത്തോടും മർക്കടവീരുണങ്ങി വരണ്ടൊരു ജിഹ്വയോടും നടക്കുന്ന നേരത്തൊരു ഗഹ്വരം തത്ര കാണായി വിധിവശാൽ വല്യേ തൃണഗണശ്ചന്നമായൊന്നതേ ഇല്ലയല്ലി ജലമെന്നോർത്ത് നിൽക്കുമ്പോൾ ആർദ്രപക്ഷക്രൗഞ്ചം ഹംസാദി പക്ഷികൾ ഊർദ്ധദ്വാദേശ പറന്നാരതിനുടൻ പക്ഷങ്ങളിൽ നിന്ന് വീണു ജലഗണം. മർക്കടന്മാരും അത് കണ്ട് കൽപ്പിച്ചാർ, നല്ല ജലമിതിലുണ്ടെന്ന് നിർണയം, എല്ലാവരും നാം ഇത് അതിലിറങ്ങിയിടുക എന്നു പറഞ്ഞൊരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ. മറ്റുള്ളവர்களுം പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാഞ്ഞത് ഇരുട്ടുകൊണ്ടന്നേരം അന്യോന്യമൊത്തു കയ്യും പിടിച്ചാകുലാൽ ഖിന്നതയോടും നടന്നുപോയി ചെന്നാലതീവ ദൂരം തത്ര കണ്ടിതു മുന്നിലാം മാരുതി ധന്യദേശസ്ഥലം. സ്വർണമയം മനോമോഹനം കാൺമവർ കണ്ണിനുമേറ്റം ആനന്ദകരം പരം. പാപികളുണ്ട് മണിമയവാരിയാൽ ആപൂർണകളാവതീവ വിശദമായി. പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ട് കൽപ്പദ്രുമ തുല്യമായി. പീയൂഷ സൗമ്യ മധുദ്രോണ സംയുത വേയഭക്ഷ്യാന്ന സഹിതങ്ങളായുള്ള വസ്ത്രങ്ങളുണ്ട് പലതരം തത്രൈവ. വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം. മാനുഷവർജിതം ദേവഗേഹോപമം തത്ര ഗേഹേ മണികാഞ്ചന വിഷ്ടരെ. ചിത്രാകൃതി പൂണ്ട് കണ്ടൊരുത്തിയെ യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ട് യോഗിനി നിശ്ചല ധ്യാന നിരതയായി പാവകജ്വാല സമാഭ കലർന്നതേ. പാവനയായ മഹാഭാഗയെ കണ്ട് തൽക്ഷണേ സന്തോഷപൂർണ്ണ മനസ്സോട് ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാർ. ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ട് യോഗിനീതാനും അവരോട് ചൊല്ലിനാൾ, നിങ്ങളാരാകുന്നതെന്ന് പറയണമെങ്ങി വന്നിടുവാൻ മൂലവും ചൊല്ലണം. എങ്ങനെ മാർഗമറിഞ്ഞവരെന്നത് എങ്ങനെ പോകുന്നതെന്നതും പറയണം എന്നിവ കേട്ട് ഒരു വായുതനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ. വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ. ഉത്തരകോസലത്തിങ്കൽ അയോധ്യ എന്നുത്തമയായുണ്ടോ ഒരു പുരിഭൂതലെ. തത്രൈവ വാണു ദശരഥനാന്ത്രവൻ പുത്രരുമുണ്ടായി ചമഞ്ഞിതു 4 പേർ. നാരായണ സമൻ ജ്യേഷ്ഠൻ അവർകളിൽ ശ്രീരാമനാകുന്നതെന്നു അറിഞ്ഞാലും താതാജ്ഞയാവനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപിനസ്ഥലേ മോദേന വാഴുന്ന കാലമൊരു ദിനം ദുഷ്ടനായുള്ള ദശാസ്യ നിശാചരൻ കട്ടുകൊണ്ടാശു പോയിടിനാൻ പത്നിയെ. രാമനും ലക്ഷ്മണനാകും അനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജയായ സുഗ്രീവനെ കണ്ട് സഖ്യവും ചെയ്തിതു തമ്മിലന്യോന്യമായി. എന്നതിനഗ്രജനാകിയ ബാലിയെ കൊന്ന് സുഗ്രീവനു രാജ്യവും നൽകിനാൻ. ശ്രീരാമനും അതിൽ പ്രത്യുപകാരമായി ആരാഞ്ഞു സീതയെ കണ്ടു വരികെന്നു വാനരനായകനായ സുഗ്രീവനും.
വാനരന്മാരെ അയച്ചിതെല്ലാടവും ദക്ഷിണദിക്കിൽ അന്വേഷിപ്പതിനൊരു ലക്ഷം കവിവരന്മാരുണ്ട് ഞങ്ങളും. ദാഹം പൊറാഞ്ഞു ജലകാംക്ഷയാ വന്നു മോഹേന ഗഹ്വരം പൊക്കിതറിയാതെ ദൈവവശാൽ ഇവിടെ പോന്നു വന്നിഹ. ദേവിയെ കാണായതും ഭാഗ്യമെത്രയും ആരെന്നതും ഞങ്ങളേതും അറിഞ്ഞീല. നേരെ അരുൾ ചെയ്യുക വേണം അതും ശുഭേ. യോഗിനിതാനും അതു കേട്ടവരോട് വേഗേന മന്ദസ്മിതം പൂണ്ടു ചൊല്ലിനാൾ. പക്വഫലമൂലജാലങ്ങളൊക്കവേ ഭക്ഷിച്ച് അമൃതപാനം ചെയ്ത് തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവൻ എന്നാൽ മമ വൃത്താന്തമാതിയെ ചൊല്ലിത്തരുവൻ ഞാൻ. എന്നത് കേട്ടവർ മൂലഫലങ്ങൾ നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്ത് ചിത്തം തെളിഞ്ഞു ദേവീ സമീപം പൊക്കുബദ്ധാഞ്ജലി പൂണ്ടു നിന്നോരനന്തരം ചാരുസ്മിതപൂർവം അഞ്ജസാ യോഗിനി മാരുതിയോട് പറഞ്ഞു തുടങ്ങിനാൾ. വിശ്വമോഹനരൂപിണിയാകിയ വിശ്വകർമാത്മജാ ഹേമാ മനോഹരി നൃത്തഭേദം കൊണ്ട് സന്തുഷ്ടയാക്കിനാൾ. മുക്തേന്ദുശേഖരൻ തന്നെ അതുമൂലം ദിവ്യപുരമിതം നൽകിനാൻ ഈശ്വരൻ. ദിവ്യ സംവത്സരാണായുധായുധം ഉത്സവം പൂണ്ടു വസിച്ചാൾ. ഇഹ പുരാ തത്സഹി ഞാനിഹ നാംനാ സ്വയം പ്രഭാ. സന്തതം മോക്ഷമപേക്ഷിച്ചിരിപ്പോരു ഗന്ധർവപുത്രി സദാ വിഷ്ണുതൽപര. ബ്രഹ്മലോകം പ്രവേശിച്ചിതു ഹേമയും നിർമ്മലഗാത്രിയും എന്നോട് ചൊല്ലിനാൻ. സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ, ജന്തുക്കളത്ര വരികയുമില്ലല്ലോ. ത്രേതായുഗേ വിഷ്ണുനാരായണൻ ഭുവിജാതനായിടും ദശരഥപുത്രനായി ഭൂഭാരനാശനാർത്ഥം വിപിനസ്ഥലെ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരെ. ശ്രീരാമഭഗ്നിയെ കട്ടുകൊള്ളും അതിക്രൂരനായിടും ദശാനനക്കാലം. ജാനകീ ദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻ ഗുഹാമന്ദിരെ. സൽക്കരിച്ചിടവരെ പ്രീതി പൂണ്ട് നീ മർക്കടന്മാർക്ക് ഉപകാരവും ചെയ്തുപോയി. ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണ സ്വാമി തന്നെ രഘുത്തമൻ. ഭക്ത്യാപരനെ സ്തുതിച്ചാൻ വരും തവ മുക്തിപദം യോഗിഗമ്യം സനാതനം. ആകയാൽ ഞാൻ ശ്രീരാമദേവനെ വേഗേന കാൺമതിനായി കൊണ്ടുപോകുന്നു. നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ. നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവിൻ. ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാൽ സത്വരം പൂർവസ്ഥിത ആടവി ബുക്കിതോ. ചിത്രം വിചിത്രം വിചിത്രമെന്നോർത്തവർ പദ്ധതിയോടെ നടന്നു തുടങ്ങിനാർ. യോഗിനിയും ഗുഹാവാസം ഉപേക്ഷിച്ച് യോഗേശ സന്നിധി ബുക്കാളതിദ്രുതം. ലക്ഷ്മണ സുഗ്രീവ സേവിതനാകിയ ലക്ഷ്മീശനെ കണ്ടു കൃത്വാ പ്രദക്ഷിണം. ഭക്ത്യാ സഗദ്ഗതം രോമാഞ്ച സംയുതം നത്വാ മുഹുർമുഹുസ്തുത്വാ ബഹുവിധം. ദാസീതവാഹം രഘുപതേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമാദയാനിധേ. കാൺമാൽ നീതിനായി കൊണ്ടുവന്നേനിവിടെ ഞാൻ സാമ്യമില്ലാതെ ജഗൽപദേ ശ്രീപദേ. ഞാൻ അനേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തപസ്സു ചെയ്തിടിനൻ. തദ്രൂപദർശനാർത്ഥം തവ ബല അദ്യൈവനൂനം ഫലിതം രഘുപതേ. ആദ്യനായൊരു ഭവന്തം നമസ്യാമി വേദ്യനല്ലാരാലുമേ ഭവാൻ നിർണയം. അന്തർബഹിസ്ഥിതം സർവഭൂതേഷു വേ സന്തതം ലക്ഷ്യമാദ്യന്തഹീനം പരം. മായായവനികാശ്ചന്നനായി വാഴുന്ന മായാമയനായ മനുഷ്യ വിഗ്രഹൻ. അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം. ഭാഗവതന്മാർക്കു ഭക്തിയോഗാർത്ഥമായി ലോകേശ മുഖ്യ അമരൗഖമർത്തിക്കയാൽ ഭൂമിയിൽ വന്നവതീർണനാം നാഥനെ താമസിയായ ഞാൻ എന്തറിയുന്നതും. സച്ചിന്മയം തവ തത്വം ജഗത്രയേ കശ്ചിൽ പുരുഷനറിയും സുഹൃദിനാം. രൂപന്തവേദം സദാ ഭാതു മാനസേ താപസാന്തസ്ഥിതം താപത്രയാപഹം. നാരായണ തവ ശ്രീപാദദർശനം ശ്രീരാമമോക്ഷൈക ദർശനം കേവലം. ജന്മമരണഭീതാനാമദർശനം സന്മാർഗദർശനം വേദാന്തദർശനം. പുത്രകളത്രമിത്താർത്ഥം വിഭൂതി കൊണ്ടെത്രയും തർപ്പിതയായുള്ള മാനുഷർ രാമരാമേതി ജപിക്കയില്ലെന്നുമേ. രാമനാമം മേ ജപിക്കായി വരേണമേ. നിത്യനിർവൃത ഗുണത്രയമാർഗായ നിത്യായ നിഷ്കിഞ്ചനാർത്ഥായ തേ നമ. സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനേ സീതാഭിരാമായ തേ നമ. വേദാത്മകം കാമരൂപിണമീശാനമാദ്യമദ്യാന്തവർജിതം സർവത്ര മാന്യം സമഞ്ചരന്തം പുരുഷം വരം. നിന്നെ നിനക്കൊഴിഞ്ഞാർക്കറിഞ്ഞിടാവോ
മർത്യവിഡംബനം ദേവതേ ചേഷ്ടിതം ചിത്തേ നിരൂപിക്കിലെന്തറിയാവതും തന്മായാ വിഹിതാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനെ ബഹുവിധം ജന്മവും കർത്തൃത്വവും ചെറുതേ ഇല്ലാതെ നിർമ്മലാത്മാവാം ഭവാനവസ്ഥാന്തരെ ദേവതിര്യങ് മനുജാതികളിൽ ജനിച്ച് ഏവമാദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്വതും നിന്മഹാമായ വിഡംബനം നിർണയം കൽമഷഹീനാകരുണാനിധേ വിഭോ മേദിനി തന്നൽ വിചിത്രവേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും തൽക്കഥാ പീയൂഷപാന സിദ്ധിക്കുന്ന ചൊല്ലുന്നിതു ചിലർ മറ്റും ചിലരിഹ ചൊല്ലുന്നിതു ഭുവി കോസലഭൂപതി തന്നെ ഘോരതപോഫലസിദ്ധയെ നിർണയമെന്നു ചിലർ പറയുന്നിതു കൗസല്യയാൽ പ്രാർത്ഥ്യമാനനായിട്ടിഹ മൈഥിലി ഭാഗ്യസിദ്ധയ്ക്കെന്നത് ചിലർ സൃഷ്ടാവുതാനപേക്ഷിക്കാൽ വന്നിഹ ദുഷ്ടനിശാചര വംശമൊടുക്കുവാൻ മർത്യനായി വന്നു പിറന്നിതു നിർണയം പൃഥ്വിയിലെന്നു ചിലർ പറയുന്നിതു ഭൂപാലപുത്രനായി വന്നു പിറന്നതു ഭൂഭാരനാശനത്തിനെന്നിതു ചിലർ ധർമ്മത്തെ രക്ഷിച്ച് ധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൽ പിറന്നിതു ദേവശത്രുക്കളെ നിഗ്രഹിച്ച് അമ്പോട് ദേവികളെ പരിപാലിച്ചു കൊള്ളുവാൻ എന്ന് ചൊല്ലുന്നിതു ദിവ്യമുനിജനമെന്നും തിരിച്ചറിയാവതുമല്ലമേ യാതൊരുത്തൻ തൊൽക്കഥകൾ ചൊല്ലുന്നതും ആദരവോട് കേൾക്കുന്നതും നിത്യമായി നൂനം ഭവാർണവത്തെ കടന്നിടുവാൻ കാണാം അവനു നിൻ പാദപങ്കേരുഹം തന്മായ ഗുണബന്ധയാകയാൽ ഛിന്നമയമായ ഭവത് സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ളവണ്ണം അറിഞ്ഞിടുന്നതെങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതുമഹം ശ്യാമളം കോമളം ബാനാഥനോർത്തരം രാമം സഹോദര സേവിതം രാഹമം സുഗ്രീവമുഖ്യ കവികുല സേവിതമഗ്രേ ഭവന്തം നമസ്യാമി സാമ്പ്രതം രാമായ രാമഭദ്രായ നമോ നമ രാമചന്ദ്രായ നമസ്തേ നമോ നമ ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗലവാച നമസ്കരിച്ചിടനൻ മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം യോഗിനിയോടരുളി ചെയ്തു സന്തുഷ്ടനായേനഹം തവ ഭക്തി കൊണ്ടെന്തൊന്നു മാനസേ കാക്ഷിതം ചൊല്ലു നീ എന്നത് കേട്ടവളും പറഞ്ഞിടനാൾ ഇന്നു വന്നു മമ കാക്ഷിതമൊക്കവേ എത്ര കുത്രാഭിവസിക്കലും തൊൽപാദ ഭക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം തൊൽപാദ ഭക്ത്യഭൃത്യേഷു സംഘം പുനരുൾപ്പൂവിൽ എപ്പോഴും ഉണ്ടാകുകയും വേണം പ്രാകൃതന്മാരാൻ ജനങ്ങളിൽ സംഗമം ഏകത സംഭവിച്ചിടായിക മാനസം രാമരാമേതി ജപിക്കായി വരേണമേ രാമപാദേ രമിക്കേണമെൻ മാനസം സീതാസുമിത്രാത്മജാന്വിതം രാഘവം പീതവസ്ത്രം ചാപബാണാസനധരം ചാരുമകൂടകടകടീസൂത്രഹാരമകരമണിമയകുണ്ടലം നൂപുരഹേമാങ്കദാദിവിഭൂഷണം ശോഭിതരൂപം വസിക്കമേ മാനസേ മറ്റെനിക്കേതുമേ വേണ്ടാവരം വിഭോ പറ്റായിക ദുസ്സംഗമുള്ളിലൊരിക്കലും ശ്രീരാമദേവനതു കേട്ടവളോട് ചാരുമന്ദസ്മിതം പൂണ്ടരുളി ചെയ്തു ഏവം ഭവിക്ക് നിനക്കു മഹാമായ ദേവി നീ പോക ബദര്യാശ്രമസ്ഥലെ തത്രൈവ നിത്യമെന്നെ ധ്യാനവും ചെയ്തു മുക്ത കളേവരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കൽ പരമാത്മനി കേവലേതീരും ജനനമരണ ദുഃഖങ്ങളും ശ്രുത്വാ രഘുത്തമവാക്യാമൃതം മുദാ ഗത്വാ തദൈവ ബദര്യാശ്രമസ്ഥലെ ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണം പദം പ്രാപിച്ചിതവ്യയം മർക്കടസഞ്ജയം ദേവിയെ ആരാഞ്ഞു വൃക്ഷേഷു വസിക്കും ദശാന്തരെ എത്ര ദിവസം കഴിഞ്ഞിതെന്നും ധരാപുത്രിയെ എങ്ങുമേ കണ്ടുകിട്ടായിക ചന്ദിച്ചു ഖേദിച്ചു താരാസുതൻ നിജ ബന്ധുക്കളായുള്ളവരോട് ചൊല്ലിനാൻ പാതാളം ഉൾപ്പുക്കുഴന്നു നടന്നു ഞാൻ ഏതും അറിഞ്ഞീല വാസരം പോയതും മാസം അതീതമായി വന്നിതു നിർണയം ഭൂസുതയെ കണ്ടറിഞ്ഞതുമില്ല നാം രാജനിയോഗം അനുഷ്ഠിയാതെ വൃത രാജധാനിക്ക് നാം ചെല്ലുകിൽ അന്നു ഞാൻ നിഗ്രഹിച്ചിടും അതിനില്ല സംശയം സുഗ്രീവശാസനം നിഷ്ഫലമായി വരാ പിന്നെ വിശേഷിച്ച് ശത്രുധനേനാം എന്നെ വധിക്കും അതിനില്ലൊരന്തരം എന്നിൽ അവനൊരു സമ്മതമെന്തുള്ളത് എന്നെ രക്ഷിച്ചതു രാമൻ തിരുവടി രാമകാര്യത്തെയും സാധിയാതെ ചൊൽകൾ മാമകൻ ജീവനൻ രക്ഷിക്കയില്ലവൻ
മാതാവിനോട് സമാനയാകും നിജ ഭ്രാതാവ് തന്നെ ഭാര്യയെ നിസ്ത്രവം പ്രാപിച്ചു വാഴുന്ന വാനരപുങ്കവൻ പാപി ദുരാത്മാവിനെന്തരുതാത്തതും തൊൽപാർശ്വദേശേ ഗമിക്കുന്നതില്ല, ഞാനിപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ. വല്ല പ്രകാരവും നിങ്ങൾ പൊയ്ക്കൊള്ളുകെന്ന് ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യദുഃഖേന ബാഷ്പം തുടച്ചൻപോട് ചൊല്ലിനാർ മിത്രഭാവത്തോട് സത്വരം. ദുഃഖിക്കരുതൊരു ജാതിയും ഇങ്ങനെ രക്ഷിപ്പതിനുണ്ട് ഞങ്ങളറിയ നീ. ഇന്നു നാം പോന്ന ഗുഹയിൽ അകമ്പൊക്ക് നന്നായി സുഖിച്ചു വസിക്കാം വയം ചിരം. സർവസൗഭാഗ്യ സമന്വിതമായൊരു ദിവ്യപുരമതു ദേവലോകോപമം. ആരാലുമില്ലൊരു നാളും ഭയം സഖേ താരേയ പോക നാം വൈകരുതേതുമേ. അങ്കദൻ തന്നോടീ വണ്ണം കവികുലപൊങ്കവന്മാർ പറയുന്നത് കേൾക്കയാൽ ഇംഗിതജ്ഞൻ നയകോപിതൻ വാതുജൻ അങ്കദനെ തഴുകിപ്പറഞ്ഞിടിനാൻ. എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിതം അന്ധകാരങ്ങൾ നിനയായി വിനാരുമേ. ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ എന്നോട് താരാസുതനെന്ന് തൻ മാനസേ സദാ. പാരം വളർന്നൊരു വാത്സല്യമുണ്ടതു നേരെ ധരിച്ചില്ല ഞാനൊഴിഞ്ഞാരുമേ. സൗമിത്രിയേക്കാൾ അതിപ്രിയൻ നീ, തവ സാമർത്ഥ്യം തിരുവുള്ളത്തിലുണ്ടടോ. പ്രേമത്തിനേതുമിളക്കം ഉണ്ടായി വരാം, ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെട്ടു. ആകയാൽ ഭീതി ഭവാനൊരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാസഹേ. ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും. വ്യാകുലമുള്ളിലുണ്ടാകരുതേതുമേ നാഗാദി പത്മജനന്ദനാ കേളിതം. ജ്ഞാനന്തവഹിതത്തിങ്കൽ പ്രസക്തൻ അജ്ഞാനികൾ വാക്കു കേട്ടതും ഭ്രമിക്കൊല. ഹാനിവരായിവാൻ ഗുഹയിൽ വസിക്കെന്ന് വാനരൗഖം പറഞ്ഞിലയോ ചൊല്ലു നീ. രാഘവാസ്ത്രത്തിനഭേദ്യമായൊന്നുമേ ലോകത്തെത്തിങ്കലില്ലെന്നറിയ നീ. അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയരുതേതുമേ. ആപത്ത് വന്നെടുത്തിടുന്ന കാലത്ത് ശോഭിക്കയില്ലടോ സജ്ജനഭാഷിതം. ദുർജനത്തെ കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോട് വിപരീത ഭാവവും ദേവദ്വിജകുലധർമ്മ വിദ്വേഷവും പൂർവ്വബന്ധുക്കളിൽ വച്ച ഒരു വൈരവും വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിനു കർത്തൃത്വം തനിക്കായി വന്നുകൂടുമേ. അത്യന്തഗുഹ്യൻ രഹസ്യമായുള്ള ഒരു വൃത്താന്തം അൻപോട് ചൊല്ലുവൻ കേൾക്ക നീ. ശ്രീരാമദേവൻ മനുഷ്യനല്ലോർക്കടോ നാരായണൻ പരമാത്മാ ജഗന്മയൻ. മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണു ജായ സകല ജഗന്മോഹകാരിണി. സീതയാകുന്നത് ലക്ഷ്മണനും ജഗദാധാരഭൂതനായുള്ള ഫണീശ്വരൻ. ശേഷൻ ജഗത്സ്വരൂപൻ ഭൂമി മാനുഷവേഷമായി വന്ന് പിറന്നിത് അയോധ്യയിൽ. രക്ഷോഗണത്തെയൊടുക്കി ജഗത്രയ രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ചനാൽ പാർത്ഥിതനാകയാൽ പാർത്ഥിവപുത്രനായി മാർത്താണ്ഡഗോത്രത്തിലാർത്തപരായണൻ. ശ്രീകണ്ഠസേവ്യൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ. മർത്യനായി വന്നിത് അങ്ങവതരിച്ചിടൻ പ്രത്യവർക്കം നാം പരിചരിച്ചിടുവൻ. പ്രത്യനിയോഗേന വാനരവേഷമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നത്. പണ്ടു നാം ഏറ്റം തപസ് ചെയ്തീശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നുടെ പാരിഷദന്മാരുടെ പദം തന്നിലെപ്പോഴും പരിചരിച്ചിന്നിയും വൈകുണ്ഠലോകം ഗമിച്ചു വാണിയിടുവാൻ വൈകേണ്ടതേതുമില്ലെന്നറിഞ്ഞിടു നീ. അങ്കദനോടീ വണ്ണം പവനാത്മജൻ മംഗലവാക്കുകൾ ചൊല്ലിപ്പലതരം ആശ്വസിപ്പിച്ചുടൻ വിന്ധ്യാചലം പോക്ക് കാശ്യപീ പുത്രിയെ. നോക്കി നോക്കി ദ്രുതം ദക്ഷിണഭാരതി തീരം മനോഹരം പൊക്കു മഹേന്ദ്രാചലേന്ദ്രപദം മുത. ദുസ്തരമേറ്റം അഗാധം ഭയകരം ദുഷ്പ്രാപമാലോക്യമർക്കട സഞ്ചയം. വൃത്രാരി പുത്രാത്മജാതികളൊക്കെയും ത്രസ്തരായ അത്യാകുലം പൂണ്ടിരുന്നുടൻ. ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രിച്ചു തന്യോന്യമെന്തിനീ ചെയ്വത് സന്തതമോർക്കണം. ഗഹ്വരം പൊക്കു പരിഭ്രമിച്ചെത്രയും വിഹ്വലന്മാരായി കഴിഞ്ഞിതു മാസവും. തണ്ടാരിൽ മാതിനെ കണ്ടീല നാം, ദശകണ്ഠനെയും കണ്ടുകിട്ടിയില്ല കുത്രചിൽ. സുഗ്രീവനും തീഷ്ണദണ്ഡനത്രേതുലും നിഗ്രഹിച്ചിടും അവൻ നമ്മെ നിർണയം. ക്രുദ്ധനായുള്ള സുഗ്രീവൻ വരികയിൽ നിത്യോപവാസേന മൃത്യുഭവിപ്പത് മുക്തിക്കു നല്ലോ നമുക്ക് പാർത്തോളമെന്ന് യുദ്ധം നിരൂപിച്ചുറച്ചു കവികുലം. ദർഭ വിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മെന്നോർത്തവർ.
അപ്പോൾ മഹേന്ദ്രാചലേന്ദ്ര ഗുഹാന്തരാൽ ക്ഷിപ്രം പുറത്ത് പതുക്കെ പുറപ്പെട്ട് വൃദ്ധനായുള്ളൊരു ബൃഹന്തപ്രവരനും പ്രത്യേതര പ്രവരുത്തങ്കരൂപനായി ദൃഷ്ട്വാ പരക്കെ കിടക്കും കവികളെ തുഷ്ട്യാ പറഞ്ഞത് ഗൃദ്ധകുലാധിപൻ. ഭക്ഷമില്ലാതൊരെനിക്ക് ദൈവം ബഹുഭക്ഷണം തന്നത് ഭാഗ്യമല്ലോ ഭവലാൽ. മുമ്പിൽ പ്രാണഹാനി വരുന്നത് സംപ്രീതി കൊണ്ട് ഭക്ഷിക്കാം അനുദിനം. ഗൃത്തവാക്യം കേട്ടു മർക്കടൗഹം പരിസ്തരായ അന്യോന്യവാശു ചൊല്ലിയിടിനാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. ഓം ശ്രീരാമചന്ദ്രായ തേ നമഃ.